പിന്നെ നീ പെയിൻ ഉണ്ടായിരുന്നു, അതും മാറിപ്പോയി. ഓപ്പറേഷൻ ചെയ്തിട്ട് നീ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ, അതും മാറിയില്ലേ, അതും മാറിപ്പോയി. അസുഖമുള്ളപ്പോ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നടക്കാൻ മാത്രമല്ല, എനിക്ക് സ്റ്റെപ്പ് കയറാൻ തനിയെ പിടിച്ചില്ലേ, എന്താ പറഞ്ഞേ, നമ്മളിങ്ങനെ തൂണിലൊക്കെ കെട്ടിപ്പിടിച്ച് വേണമായിരുന്നു കയറാൻ. നമ്മളെ വേദന മാറ്റുന്ന ആശുപത്രിയിൽ ഞാനിന്ന് വന്നിട്ടുണ്ട്. എൻ്റെ സൈനസൈറ്റിസിന്റെ പ്രശ്നം കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് പേഷ്യൻസ് അവരുടെ പലതരം അസുഖങ്ങൾ മാറിയ സന്തോഷം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. ആ ഒരു സന്തോഷവും നമുക്കൊന്ന് കാണാം. അതുപോലെ ഈ ഹോളിസ്റ്റിക് ആശുപത്രി, അസീസി ഹോളിസ്റ്റിക് ആശുപത്രിയിൽ എല്ലാത്തരം വേദനകളുടെ ട്രീറ്റ്മെന്റും ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ആശുപത്രിനെ കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾക്ക് വേദനയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തേക്ക് അവർക്ക്. പല വീഡിയോയിലും ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ ഏതാണെന്ന്. ഇത് എറണാകുളത്ത് നിന്ന് പോകുമ്പോഴുള്ള കൃത്യമായിട്ടുള്ള സ്ഥലം ഞാൻ പറഞ്ഞുതരാം. എറണാകുളത്ത് നിന്ന് ആലപ്പുഴക്ക് പോകുന്ന വഴിക്ക് അരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അരൂർ ജംഗ്ഷൻ, അരൂർ പള്ളി കഴിഞ്ഞിട്ട് അരൂർ അമ്പലം. അരൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് പോയി അരൂക്കുറ്റി പാലം കയറി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ വടുതല ജംഗ്ഷനുണ്ട്. വടുതല ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ തൃച്ചാറ്റുകുളം എന്ന് പറഞ്ഞൊരു സ്ഥലമെത്തും. തൃച്ചാറ്റുകുളത്തിൻ്റെ അല്പം കൂടി തെക്കോട്ട് മാറിയിട്ട് വാഴത്തറ വെളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ വാഴത്തറ വെളിയിലാണ് നമ്മൾ ഈ കാണുന്ന അസീസി ഹോളിസ്റ്റിക് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ പേര് ഇന്ദിര, ഞാൻ പൂച്ചാക്കൽ താമസിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു മാസമായി. 10-12 ദിവസത്തെ അക്യുപഞ്ചർ ചെയ്തപ്പോൾ എനിക്ക് സയാറ്റിക്ക പ്രോബ്ലം ആയിരുന്നു. അത് നല്ല സയാറ്റിക്ക പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ നടുവിന്റെ വശം മുതൽ കാലിന് ഒരു നരമ്പിന് കാലം വരെ വൈകുന്നത്. നമുക്ക് ഒന്ന് സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ പറ്റില്ല. കുറച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് നിൽക്കുമ്പോഴേക്കും വേദന വരും. പിന്നെ ഒന്നും പറ്റില്ല, ഒട്ടും വയ്യായിരുന്നു, ആക്റ്റീവ് അല്ലായിരുന്നു. എപ്പോഴും ക്ഷീണവും തളർച്ചയൊക്കെ ആയിരുന്നു. പിന്നെ കാലിന് വേദനയുണ്ട്, നീർക്കെട്ടുണ്ടായിരുന്നു, ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്, കണ്ടിട്ട് എന്താ തോന്നുന്നു? ഇപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിലൊരു അസുഖമുള്ള അപ്പൊ എനിക്ക് സിസ്റ്റർ എനിക്ക് 12 ദിവസത്തെ അക്യുപഞ്ചർ ചെയ്തു തന്നു. അതോടുകൂടി എനിക്ക് കാലിന് ഇപ്പൊ വേദന കുറഞ്ഞു. തൊട്ടടുത്തുണ്ടായിട്ടും എത്താൻ വയ്യല്ലേ? ഇല്ല, അതുകൊണ്ടല്ല. ഞാൻ മനോജ് ജോൺസന്റെ ഡോക്ടർ മനോജ് ജോൺസൺ ഉണ്ട്, പുള്ളിയുടെ ചികിത്സയിലായിരുന്നു. പുള്ളി എന്നോട് അക്യുപഞ്ചർ ചെയ്യാൻ പറഞ്ഞു. മരുന്ന് കൊണ്ടൊന്നും മാറില്ല, അക്യുപഞ്ചർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. അപ്പോഴും നമ്മുടെ മുറ്റത്ത് തന്നെ ഇവിടെ ഉണ്ടെന്ന് അറിയണേ. ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇവിടെ തന്നെ വരാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഇവിടെ വരാൻ. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നടക്കാൻ മാത്രമല്ല, എനിക്ക് സ്റ്റെപ്പ് കയറാൻ തനിയെ പിടിച്ചില്ലേ, എന്താ പറഞ്ഞേ, നമ്മളിങ്ങനെ തൂണിലൊക്കെ കെട്ടിപ്പിടിച്ച് വേണമായിരുന്നു കയറാൻ. ഇത്തിരി നേരം നിൽക്കുമ്പോ എനിക്ക് കാലി കളിക്കും, കിടക്കണം പോയി. ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എത്ര ആളായി? ഇപ്പൊ 2 മാസം ആയില്ല, 1 മാസം ആയിട്ടില്ല. 1 മാസം ആയിട്ടില്ല. ആശ്വാസം കിട്ടി. 12 ദിവസം ഇത് കഴിഞ്ഞപ്പോ എനിക്കൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് നല്ല ആശ്വാസമായി. എന്തായിരുന്നു സിസ്റ്ററെ പുള്ളിക്കാരത്തിയുടെ സിയാറ്റിക്ക എന്ന് പറഞ്ഞാൽ ബാക്കിൽ പോണ ഒരു നെർവിന് ഇൻഫ്ലമേഷൻ വന്നായിരുന്നു. ഇയാള് ഒരുപാട് ജോലിയൊക്കെ ചെയ്യും, ഭയങ്കര ആക്റ്റീവാണ്, എല്ലാ കാര്യത്തിലും എല്ലായിടത്തും പോയി സഹായിക്കും, അങ്ങനെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണ ആളാണ്. അപ്പോഴേക്ക് കുറേ ജോലിയും ഉണ്ട്, വീട്ടിലെ ജോലി, പിന്നെ കുഞ്ഞുണ്ട്, പേരക്കുട്ടി, അതിന്റെ പുറകെ ഓടും. ഇങ്ങനെ വന്ന ഒരു ഇതാണ്, ഇൻഫ്ലമേഷനാണ് നെർവിന് ഇൻഫ്ലമേഷൻ. പിന്നെ ഞാൻ അക്യുപഞ്ചർ കൊടുത്തു, കപ്പിംഗ് തെറാപ്പി, അങ്ങനത്തെ തെറാപ്പികൾ ഞാൻ എല്ലാം കൊടുത്തു. ഫിസിയോതെറാപ്പി ചെയ്തില്ലല്ലേ, ഫിസിയോതെറാപ്പിയും കൂടി ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് തന്നെ പിന്നെ നീ പെയിൻ ഉണ്ടായിരുന്നു, അതും മാറിപ്പോയി. ഓപ്പറേഷൻ ചെയ്തിട്ട് നീ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ, അതും മാറിയില്ലേ, അതും മാറിപ്പോയി. സർജറി ഒരു കാലിന്, പക്ഷെ അതിന് തന്നെ വേദന ഉണ്ടായിരുന്നു. അതിന് നീർക്കെട്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര മടക്കാനൊക്കെ വശം. അപ്പൊ അതില്ലല്ലോ കുഴപ്പം. അപ്പൊ അത് നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് എനിക്ക് ഓടി നടക്കുക നല്ല കുറവുണ്ട്. ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ നല്ല